നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം പാഠഭാഗമായ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠഭാഗമാണ്. ഈ ഒരു പ്രൊട്രാക്ടർ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതൊരു അർദ്ധവൃത്തമല്ലേ, ഒരു ഹാഫ് സർക്കിൾ. ഇങ്ങനെ രണ്ട് പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചാൽ ഒരു വൃത്തമാവില്ലേ? യെസ്, എ സർക്കിൾ. ഒരു പ്രൊട്രാക്ടറിൽ ആകെ 180 ഡിഗ്രിയാണ് ഉള്ളത് അല്ലേ? ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ എത്രയാണ്? 180 ഡിഗ്രി. അതായത് ഒരു ഹാഫ് സർക്കിളിൽ, ഒരു അർദ്ധവൃത്തത്തിൽ 180 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ ഒരു സർക്കിളിലോ രണ്ട് പ്രൊട്രാക്ടറിലെ ആകെ അളവ് 360 ഡിഗ്രി അല്ലേ? അതായത് ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടം വരെ 180 ഡിഗ്രി. ഇവിടം മുതൽ ഇവിടം വരെയോ അടുത്ത 180 ഡിഗ്രി. ആകെ 180 പ്ലസ് 180 360 ഡിഗ്രി. സോ ഒരു വൃത്തത്തിന്റെ കേന്ദ്രം ഇവിടെയാണെങ്കിൽ അതിനു ചുറ്റുമുള്ള കോണളവ് എത്രയാണ്? ആംഗിള് 360 ഡിഗ്രി. അഥവാ ഒരു വൃത്തത്തിന്റെ ആംഗിള് അല്ലെങ്കിൽ കോണെന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. ഇനി ഈ പ്രൊട്രാക്ടറിലെ ഈ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഞാൻ ഈ വൃത്തത്തിന്റെ മുകളിലോട്ട് നേരെ വെക്കാൻ പോവുകയാണ്. ഇനി ഇതിൽ കാണുന്ന പ്രൊട്രാക്ടറിലെ ഓരോ വലിയ വരകളുള്ള പോയിന്റുകൾ ഈ വൃത്തത്തിന്റെ ഈ ഒരു സെന്ററിലോട്ട് ബന്ധിപ്പിക്കുക. അപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താണ് രണ്ട് വലിയ വരകൾക്കിടയിലുള്ള കോണ്? അതായത് ഈ ഒരു വരയും ഈ ഒരു വരയും എടുത്താൽ അതിനിടയിലുള്ള കോൺ എത്രയായിരിക്കും? 10 ഡിഗ്രി ആണ്. അതായത് നമ്മൾ എന്താ ചെയ്തത്? ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഈ സെന്ററിൽ നിന്ന് ഈ ഒരു ലൈനിലോട്ട് വരക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെന്ററിൽ നിന്ന് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ലൈനിലോട്ട് വരക്കുന്നു. ഈ 2 ഡിഗ്രികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 10 ഡിഗ്രിയാണ്. 40, 50 എടുക്കുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം? 10 ഡിഗ്രി. അതായത് ഓരോ വലിയ വരകൾക്കിടയിലും എത്ര ഡിഗ്രിയാണ് വ്യത്യാസം? 10 ഡിഗ്രി. അപ്പം ഇതിൽ കാണുന്ന ഓരോ കോണുകൾ എത്രയാണ്? 10 ഡിഗ്രി വീതം. അങ്ങനെ എത്ര കോണുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്? എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 36 കോണുകൾ ഉണ്ടാവും ഇവിടെ. അതായത് 36 വരകൾ ഉണ്ടാവും എങ്ങോട്ട്? ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലോട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 36 റേഡിയായി അല്ലെങ്കിൽ 36 ആരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പിറകിൽ ഒരു കണക്കുണ്ട്. അതായത് ഒരു വൃത്തത്തിന്റെ സെന്ററിന്റെ അവിടെ ആകെയുള്ളത് എത്ര ഡിഗ്രിയാണ് കോണ്? 360 ഡിഗ്രി. ഈ 360 ഡിഗ്രിയെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 10 ഡിഗ്രി വീതം ഇങ്ങനെ ഭാഗിച്ചിരിക്കുന്നത്. അതായത് 360 ഡിഗ്രിയിൽ എത്ര 10 ഡിഗ്രി ഉണ്ടാവും? അത് കാണാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രിയെ 10 ഡിഗ്രി കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? 0 കട്ട് ചെയ്ത് പോയാലും 36 ഹരിക്കണം 1 which is 36. അതായത് 36 വരകൾ അല്ലെങ്കിൽ ആരങ്ങൾ. ഇതിനെ നമുക്ക് തിരിച്ചും പറയാം. അതായത് 360 ഡിഗ്രിയെ 36 ഭാഗങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം എത്രയായിരിക്കും? 10 ഡിഗ്രി. അതായത് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. 360 ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ ബൈ 36 എന്ന് വരും. അതായത് ഹരിക്കണം 36 ഇത് ഇങ്ങോട്ട് പോയാൽ 10. അതായത് 360 ബൈ 36 10. 360 ഡിഗ്രിയെ 36 ഭാഗങ്ങളാക്കണമെങ്കിൽ അതിൽ ഒരു ഭാഗം എത്രയായിരിക്കും? 10 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഈ 360 ഈ ഒരു വൃത്തത്തിന്റെ പുറത്ത് 36 പോയിന്റ് നമുക്ക് കിട്ടണമെങ്കിൽ, കുത്ത് കിട്ടണമെങ്കിൽ എത്ര വേണം? ഈ ഒരു ഒറ്റ കോണിന്റെ ആംഗിള് 10 ഡിഗ്രി. ഇനി ഇതൊന്ന് നോക്കൂ. ഒരു വൃത്തത്തിന്റെ ആംഗിളിന്, ടോട്ടൽ ആംഗിളിന് നമ്മൾ 6 ഭാഗമാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. എങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും? നമുക്കറിയാം ടോട്ടൽ 360 ആണ്. അതിന് 6 ഭാഗമാക്കിയാൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 360 ഹരിക്കണം 6 which is equal to 60. അതായത് ഇവിടെ ഒരു കോണെന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൃത്തത്തിൽ എത്ര ആരങ്ങൾ കിട്ടി? റേഡിയായി 6 ആരങ്ങൾ. അതായത് 6 പോയിന്റുകൾ അവിടെ വന്നു, വൃത്തത്തിൽ വന്നു. ഈ പോയിന്റുകൾ ഒന്ന് യോജിപ്പിച്ച് നോക്കൂ. ഇവിടെ എങ്ങനെ യോജിപ്പിക്കുക? ഇവിടെ എങ്ങനെ യോജിപ്പിക്കുക? അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ യോജിപ്പിക്കുക? ഇങ്ങനെ യോജിപ്പിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ 6 വശങ്ങളുള്ള ഒരു പോളിഗൺ എന്നാണ് ഇതിന് പറയുക. ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇതിന് പറയുന്ന പേരാണ് ശരിക്ക് ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം എന്ന് പറയുന്നത് ട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വരക്കണമെങ്കിൽ
വൃത്തം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ഷേപ്പാണോ വേണ്ടത്, അതായത് എത്ര വശങ്ങളുള്ള ഷേപ്പാണോ വേണ്ടത്, ഇവിടെ നമുക്ക് 6 ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ആംഗിളിനെ 360നെ 6 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 60 ഡിഗ്രിയിൽ നമ്മുടെ ഈ ഒരു സർക്കിളിനെ ഇങ്ങനെ 6 ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 പോയിന്റ് വൃത്തത്തിൽ കിട്ടും. ആ 6 പോയിന്റ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 6 വശമുള്ള ഒരു ഷേപ്പ് കിട്ടും. ഇനി 5 വശമുള്ള ഷേപ്പ് കിട്ടണമെങ്കിലോ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടോട്ടൽ ആംഗിളിനെ 5 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 72 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഉണ്ടാവും, ആ സെന്ററിൽ നിന്ന് ഒരു റേഡിയസ് വരയ്ക്കുക, ആരം. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യാം, ഒരു 72 ഡിഗ്രി എടുക്കുക. നമുക്കറിയാം എങ്ങനെ എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈൻ കിട്ടും. ഇങ്ങനെ പിന്നെയും ഈ ഒരു ലൈന് ബേസ് ആക്കിയിട്ട് ഇങ്ങോട്ട് 72 ഡിഗ്രി എടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അങ്ങനെ 72 ഡിഗ്രി എടുക്കുക, വരയ്ക്കുക. പിന്നെ ഒരു 72 ഡിഗ്രി കിട്ടുള്ളൂ ഇങ്ങോട്ട് കേട്ടോ. 72 ഡിഗ്രി വരച്ചാൽ നിങ്ങൾക്ക് 5 ഇങ്ങനെ ലൈന് കിട്ടും. ആ 5 ലൈൻ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 5 ഷേപ്പുള്ള ഒരു ഷേപ്പ് കിട്ടും. അതിന് പറയുന്ന പേരാണ് ആക്ച്വലി പെൻഡഗൺ അഥവാ പഞ്ചഭുജം എന്ന് പറയുന്നത് കേട്ടോ. പേര് പറയുന്നില്ല എങ്കിലും പറഞ്ഞു തരാണ്. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഷേപ്പ് കിട്ടുക, നമ്മുടെ പെൻഡഗണ് 5 വശമുള്ള ഷേപ്പ്. അതിന് 5 വശം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 360നെ 5 കൊണ്ട് ഹരിച്ചു. ഇനി 3 വശമാണെങ്കിൽ 360നെ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഹരിക്കുക. 360ന് ഇനിയിപ്പം 7 വശമാണെങ്കിൽ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിളാണ് ഇവിടെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ ലൈന് വരച്ചിട്ട് യോജിപ്പിക്കേണ്ടത്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ ഒരു പെൻഡഗൺ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു ചെരിവ് മാറ്റാൻ വേണ്ടിയിട്ട് വരക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ആദ്യം ഒരു സർക്കിൾ ആണ് വരക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ സെന്ററിൽ നിന്ന് ഒരു ആരം വരക്കുന്നു അല്ലേ. പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു ആംഗിൾ ഇങ്ങോട്ട് വരക്കുകയാണ്. അതിന് പകരം എന്ത് ചെയ്യണം, ഇങ്ങനെ ആരം വരച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ 90 ഡിഗ്രിന്ന് കുറക്കുക. ഇവിടെ 90ന്ന് 72 ഡിഗ്രി കുറച്ചാൽ എത്ര കിട്ടുക, 8, 10, 8, 18, അതായത് 18 ഡിഗ്രി. അപ്പം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു 18 ഡിഗ്രി ഇങ്ങോട്ട് വരച്ചിടുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ലൈന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലൈന് ബേസ് ചെയ്തിട്ട് 72 ഡിഗ്രി ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചിട്ട് പോവുക. അതായത് ഈ ലൈന് പിന്നെ ആവശ്യമില്ല. ഓക്കെ, ഈ ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 18 ഡിഗ്രി ഇങ്ങോട്ട് എടുത്തത്. അത് ആദ്യം ഇങ്ങനെ നേരെ വരക്കണം കേട്ടോ, ആ ഒരു ലൈന് ആരം. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് 18 ഡിഗ്രി എടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു ലൈന് കിട്ടി. ആ ലൈന് ബേസ് ചെയ്തോട്ട് എന്ത് ചെയ്യാം, 72 ഡിഗ്രി ഇങ്ങനെ വരച്ച് പോവാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പെൻഡഗൺ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്